ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎസ് സന്ദർശനം തുടരുന്നു. വിവിധ ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയ ശ്രീ മോദി ന്യൂയോർക്കിലെ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായി ചർച്ചയിൽ പങ്കെടുത്തു. 21ാം നൂറ്റാണ്ട് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണെന്നും ജനാധിപത്യ മൂല്യങ്ങളും സാങ്കേതിക വിദ്യയും തമ്മിലെ സന്തുലിതാവസ്ഥ മനുഷ്യക്ഷേമത്തിന് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂയോർക്കിൽ യുഎൻ പൊതുസഭയുടെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും സ്വകാര്യമായി കാണുന്നതും പോക്സോ നിയമത്തിന്റെ ലംഘനമാണെന്ന് സുപ്രീംകോടതി. ചൈൽഡ് പോണോഗ്രഫി എന്ന പദം ജുഡീഷ്യൽ ഉത്തരവുകളിലോ വിധിന്യായങ്ങളിലോ ഉപയോഗിക്കരുതെന്ന് രാജ്യത്തെ എല്ലാ കോടതികളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഫയർ ആന്റ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 315 പേരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സാഹസിക രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ച പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. മുംബൈയിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശിയായ യുവാവാണ് മരിച്ചത്. മരിച്ച വ്യക്തിക്ക് രോഗം ബാധിച്ചത് മുംബൈയിൽ നിന്നായതിനാൽ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും രോഗം വരാതിരിക്കാനുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 29-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന നമ്പറിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. അതിർത്തി ജില്ലകൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് മന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജിലെ വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ സൌന്ദര്യവൽക്കരണ പ്രവൃത്തികൾ സംഘടിപ്പിച്ചു. ഒക്ടോബർ 2 വരെയാണ് സ്വച്ഛതാ ക്യാമ്പയിൻ. സംസ്ഥാനത്ത് എംപോക്സ് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കേസുകൾ കൂടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തി. നിലവിൽ 5 ലാബുകളിൽ പരിശോധനാ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസിനും പാലരുവി എക്സ്പ്രസിനും വേണ്ടി പിറവം റോഡിൽ വേണാട് എക്സ്പ്രസ് തടഞ്ഞുവെച്ചെന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് റെയിൽവേ അറിയിച്ചു. ട്രെയിൻ ഷെഡ്യൂൾ അനുസരിച്ചാണ് സർവീസ് നടത്തിയതെന്നും വേണാട് എക്സ്പ്രസ് പിറവം റോഡിൽ നിർത്തിയിട്ട് കാലതാമസം വരുത്തിയിട്ടില്ലെന്നും റെയിൽവേ വ്യക്തമാക്കി. ട്രെയിനിലെ തിക്കിലും യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരം ആര്യനാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഡി നെൽസനെ സസ്പെൻഡ് ചെയ്തു. ജോലിക്ക് ഹാജരാകാതെ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതിനാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടപടി സ്വീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന ഒരാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ്. ഇതുവരെ 79 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആൽത്തറ മേട്ടുകട റോഡിലെ ജലവിതരണ പൈപ്പുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ നാളെ ജലവിതരണം മുടങ്ങും. വഴുതക്കാട് ഉദാര ശിരോമണി റോഡ്, പാലോട്ടുകോണം സിഎസ്എം നഗർ, ശിശുവിഹാർ ലൈൻ, കോട്ടൺ ഹിൽ, ഇടപ്പഴഞ്ഞി, കെ അനിരുദ്ധൻ റോഡ്, ഇറക്കം റോഡ്, മേട്ടുകട, വലിയശാല, തൈക്കാട് എന്നീ പ്രദേശങ്ങളിലാണ് ജലവിതരണം മുടങ്ങുക. സിപിഎം നേതാവ് എം ലോറൻസിന്റെ ഭൌതിക ശരീരം എറണാകുളം മെഡിക്കൽ കോളേജിന് വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച എറണാകുളം ടൌൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുനൽകാനുള്ള തീരുമാനത്തിനെതിരെ എം ലോറൻസിന്റെ ഇളയ മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാനും മൃതദേഹം കൈമാറുന്ന കാര്യത്തിൽ മകളുടെ അനുമതി കൂടി പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.